ഹലോ ഗൈസ്, എന്നാ ഉണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ വ്ളോഗുകൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ ചെറിയ ചെറിയ വ്ളോഗുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ അയർലൻഡിൽ മൊനാഗിൽ നിന്ന് നേരെ നോക്ക് നമ്മുടെ മാതാവിൻ്റെ സ്വന്തം പള്ളി, മാതാവ് പ്രതിഷ്ഠപ്പെട്ട സ്വന്തം പള്ളി. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർ കാണാൻ ഉദ്ദേശിക്കുന്നവർക്കോ ചെറിയൊരു ഇൻഫർമേഷനോ ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാം. അങ്ങനെ വ്ളോഗിടാൻ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും നോക്കിലേക്ക് വിട്ടു. നോക്കിലേക്ക് മൊനാഗിൽ നിന്ന് ഏകദേശം 189 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. റൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 2-2.5 മണിക്കൂർ മൊനാഗിൽ 2-2.5 അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ എവിടെ നോക്കിയാണ് എത്ര നോക്കിയാലും സച്ച് റിഫ്രഷിങ്. ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ പെണ്ണോട് പറഞ്ഞു, കുറച്ചൊക്കെ വീഡിയോ ഇടും, ശരിക്കും വീഡിയോ അതിനോടുള്ള അടിയാണ്. അത് അതിനേക്കാളും കൂടുതൽ ഒന്ന് ഇങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും. എൻ്റെ കൊടുത്തിരുന്നാൽ ചിലപ്പം ബാക്കിയുള്ളവർ ഇടയിലാകുമായിരിക്കും, പക്ഷേ കംപ്ലീറ്റ് പിടിച്ചെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാവൽ ടു കംപ്ലീറ്റ് ഒരു ഗൈസ്, നിങ്ങളത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ വ്യൂ ഓഫ് ദി നേച്ചർ ഇൻ അയർലൻഡ് ഫ്രം മൊനാഗിൽ ടു മായോ. മലയാളം അത്രയ്ക്ക് നല്ലതല്ലെങ്കിൽ ഞാൻ ഏകദേശം ഒന്ന് പിടിച്ച് സെറ്റാക്കാൻ നോക്കാം. കാരണം വെച്ചാൽ യൂട്യൂബിലേക്ക് ഇടുമ്പോൾ എൻ്റെ മലയാളത്തിൽ വിളിക്കായിരുന്നാണ് നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു. അങ്ങനെയാണ് അത്യാവശ്യം സ്പീഡുണ്ട്, കുഴപ്പമില്ലാത്ത വഴിയാണ്. ഏകദേശം 80 കിലോമീറ്റേഴ്സ് പെർ അവറുള്ള റോഡാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടൗൺ കയറുന്ന 60 കിലോമീറ്റർ പെർ അവർ. എന്നാലും വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകും, കാരണം റോഡെല്ലാം വളരെ കൃത്യമായിട്ടും വളരെ നല്ലതായിട്ട് റോഡുകൾ. അയർലൻഡിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് ഞാനിത് ആബ്സല്യൂട്ട്ലി പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുകൾ അത്രയും നന്നായിട്ടും എല്ലാ മാർക്കിങ്ങും എല്ലാം നല്ല പെർഫെക്റ്റ് ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഓടിക്കാനും ബാക്കിയുള്ളവർക്ക് ഓടിക്കാനും പിന്നെ റൂൾസും വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അങ്ങനെ വരാറില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് കാണാം ആ വൈറ്റ് ലൈൻസും യെല്ലോ ലൈൻസും സ്റ്റോപ്പ് സൈനേജും എല്ലാം വളരെ വൃത്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും അങ്ങനെ വരാറില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാസൽസ് പോലെ ബിൽഡിങ്സും ഇഷ്ടംപോലെ ഗ്രീനറീസും ഫീൽഡും ഹിൽസും മൗണ്ടൻസും അതുപോലെ നല്ല നേച്ചറും പിന്നെ പല വാട്ടർ ബോഡീസും ചെറിയ ആർട്ടിഫിഷ്യൽ വാട്ടർ ബോഡീസും റിയൽ വാട്ടർ ബോഡീസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളും രസമെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് നമുക്ക് പല ബൈക്കേഴ്സിനെ കാണാം. ഇത് സമ്മർ സീസൺ ആയതുകൊണ്ടും നല്ല ഒത്തിരി ബൈക്കേഴ്സ് നിങ്ങൾ കാണുന്നില്ല, വീഡിയോയിൽ കണ്ടില്ല. ബൈക്കേഴ്സ് ബാക്ക് ടു ബാക്ക് കറക്റ്റ് സമയത്ത് ബൈക്കേഴ്സ് വരുമ്പോഴേക്കും ആൻസൈറ്റി കാരണം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കാരണം അവരിങ്ങനെ പോകുന്നുണ്ട്, ഒരാളൊന്നുമല്ല, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് 2-3 പേര് 2-3-4-5 പേര് ഇങ്ങനെ ബാക്ക് ടു ബാക്ക്. അതൊക്കെ കാണാനും അതൊക്കെ കണ്ട് രസിക്കാനുള്ള വളരെ നല്ലൊരു വ്യൂവാണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പല ടൗണിലേക്ക് പല ചർച്ചുകൾ പല പല സാധനങ്ങൾ ഒരു കൗതുകം എത്രയോ നല്ലതായിട്ട് എത്തിക്കുന്നുള്ളത്. പക്ഷേ ഈ വഴി ഒത്തിരി ലോങ് ആയതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷൻ നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇനി മുമ്പോട്ട് നിങ്ങൾ കണ്ട് രസിക്കും.
യെസ് അബ്സല്യൂട്ട്ലി. ഈ ഒരു സമ്മറായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൗ ഷീപ്പ് ഇതെല്ലാം അവിടെ ഇവിടെയായിട്ട് ഇഷ്ടം പോലെ കാണാം. കാരണം ഇവരൊക്കെ നല്ലൊരു ക്ലൈമറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അയർലൻഡ് ഇപ്പോൾ ഏകദേശം 16 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. എല്ലാ മനുഷ്യന്മാരും ഏകദേശം പുറത്തിറങ്ങുന്നത് ഈ ഒരു സൺലൈറ്റും ഈ ഒരു വാമും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കെ അവളോട് പറഞ്ഞു ഇവിടെ ഒന്ന് വീഡിയോ എടുത്തത്, കാരണം ഞാനിങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടാക്കുന്നത് എന്നെ ഒന്ന് കാണിച്ചേക്ക് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി. എന്നാലും നോ പ്രോബ്ലം. ഇത് ഞങ്ങൾ പിന്നെ ടൗണിൽ കയറുന്നു. എല്ലാ ടൗണിൻ്റെയും പേരൊന്നും പറഞ്ഞേക്കാൻ അത്രയും സ്ഥലമുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ 180 കിലോമീറ്റർ ഏകദേശം 4 മുതൽ 5 ടൗൺ വരെ ഞങ്ങൾ കയറി ഇറങ്ങി പോകുന്നു. അങ്ങനെ ഗൈസ് നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യൂ. അത് പറ്റിയ നോക്കിലേക്ക് തിരിച്ച് ഞാൻ വരുന്നതായിരിക്കും. കാറ്റും പുഴയും കൈകൊടുക്കും. മണിച്ചെടികൾ കണ്ണീറുക്കുമ്പോൾ പ്രകൃതിയോടെ പുഞ്ചിരി മനസ്സിൽ കടൽ തിരമാല പോലെ പ്രണയം ചുറ്റിപ്പറ്റും മാധുരമായി. നഗര ശബ്ദങ്ങളിൽ നിന്നൊരു വിടവാങ്ങൽ, ഇവിടെയാണു യാഥാർത്ഥ്യം ശാന്തത. മിഴികളിലായി സ്വർഗം പൂവിടും ഈ യാത്രയിൽ നമ്മൾ ഉണ്ടായാൽ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നില്ലെങ്കിലും അവിടെ ഞങ്ങൾ അതിനകത്ത് കുറച്ച് ഒരു 10-15 മിനിറ്റ് ഇനിയുണ്ട് എൻ്റെ മുന്നിലുള്ള എന്നാലും കുഴപ്പമില്ല. നല്ല റിഫ്രഷിങ് നല്ല സുഖമുള്ള യാത്രയായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് അങ്ങ് വീണ്ടും ഏകദേശം ഞങ്ങൾ അടുത്തെത്താറായിരിക്കും. കിടക്കുന്ന പുൽമിടുകളിൽ പാദങ്ങൾ തളിരിലായി ചുവപ്പാകും. വാനിലവില്ലിൻ തഴുകു പൊഴിയുമ്പോൾ മനസ്സു പൂത്തുലയുമ്പു നിശബ്ദമായി. പുഴയുടെ പാട്ട് ചെവിയിൽ വീഴുവോ വ്യക്തം പോലെ ഹൃദയം തളരുന്നു. കാഴ്ചകളിൽ പറയാൻ വാക്കില്ല, നീയും ഞാനും യാത്ര മാത്രം. കാറ്റും പുഴയും കൈകൊടുക്കും, കാറ്റും പുഴയും കൈകൊടുക്കും. അങ്ങനെ ഞങ്ങൾ നോക്ക് പള്ളി എത്തി. പുറത്തു ഞങ്ങൾ അവിടുന്ന് പാർക്കിംഗ് അങ്ങ് ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അടുത്ത് ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ ഒന്നും പാർക്കിംഗ് ഇല്ല. അത്രയ്ക്ക് വണ്ടി ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുവാണ്. കാരണം അന്ന് സൺഡേയും കൂടെ ആയിരുന്നുകൊണ്ട് മാസം എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉണ്ടായതുകൊണ്ട് അന്ന് വണ്ടിയുടെ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ആ പാർക്കിങ്ങിന്, ഇവിടെ നിന്നാണ് അതിൻ്റെ എൻട്രൻസ്, നോക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ എൻട്രൻസ്. ഇത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അകത്തോട്ട് കയറി ആ എൻട്രൻസിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നേരെ മുമ്പിൽ കാണുന്നതാണ് ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ സ്ഥലം കാണുന്നില്ലേ, അതാണ്
നോക്ക് പള്ളിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതാകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ. ഓരോ സൈഡ് വ്യൂസും ഞാൻ ഓരോ സാധനം ഏകദേശം എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്തത്, ഇത്ര പ്രൊഫഷണലൊന്നും അല്ലെങ്കിലും ഏകദേശം എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റാവുന്ന മൊത്തം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ എൻട്രൻസിൽ നിങ്ങൾക്ക് കാണാതെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ കാണുന്ന ആ ട്രയാങ്കിളിൽ ഇരിക്കുന്നതാണ് മാതാവ് പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം. പിന്നെ ഇതാണ് നോക്ക് ഷ്രൈൻ എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ വലിയ പള്ളി. ഇവിടെയാണ് കുർബാന. ഒരു വലിയൊരു കുരിശും പിന്നെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞൊരു അബദ്ധം പറ്റി. ഞങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പം ഇതിൻ്റെ എൻട്രൻസ് 1ഉം 2ഉം ഉണ്ടായിരുന്നു. എൻട്രൻസ് 1ഉം 2വിനകത്ത് നിന്ന് എവിടെയാണ് കയറേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ കയറി അങ്ങ് നടന്ന് എൻട്രൻസ് 1ൽ നിന്ന് എൻട്രൻസ് 2 വരെ എത്തി. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ ഡോറുകളും ഓപ്പൺ ആകുന്ന ഡോറുകളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് നിങ്ങൾ കുറേ കല്ലുകൾ കണ്ടില്ലേ? ഈ കല്ലുകൾ ഈ എയർലൈനുള്ള എല്ലാ കൗണ്ടിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കല്ലുകളാണത്, പില്ലേഴ്സ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നോക്ക് പള്ളിക്കകത്ത് കയറി. കുർബാനയൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ പതുക്കെ വീഡിയോ മേക്കിങ്ങിലേക്ക് അങ്ങ് കയറി. അത് പിന്നെ വീഡിയോ മേക്കിങ്ങിന് ഇത് നടുക്കായിട്ടാണ് അതിൻ്റെ ചാപ്പൽ. ഇവിടെ നിന്നാണ് അച്ഛന്മാർ പ്രസംഗിക്കുന്നതും അതിൻ്റെ എല്ലാ പരിപാടികളും നടക്കുന്നത്. ഇതുപോരാത്തതിന് നിങ്ങൾ ഈ ചാപ്പൽ കണ്ടോ? അകത്തുനിന്ന് എന്ത് നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചാപ്പലാണ്. ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ നോക്കണമെങ്കിൽ എനിക്കറിയത്തില്ല, ഇത് എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഈ ചാപ്പലൊക്കെ കണ്ടു കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇതാ പുറത്തോട്ടിറങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തായാലും നോക്കുവന്ന് മാതാവിൻ്റെ കുറച്ച് രൂപങ്ങളോ അല്ലെങ്കിൽ കൊന്തകളോ എന്നൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങി വരുന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഷ്രൈൻ. എന്നാലും ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെയാണ് എൻട്രി എടുത്ത് ബാക്ക് സൈഡിൽ കൊണ്ടുപോയി വണ്ടി വീണ്ടും കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടുന്ന് പതുക്കെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് പാർക്ക് ചെയ്തതിന് അവിടുന്ന് ഇതാ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് കയറി. നോക്കിൻ്റെ ജസ്റ്റ് പുറത്താണ് ഈ ഷോപ്പിംഗ് സെൻറ്റർ. ഇത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ കാണാം. ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. കാരണം സൺഡേ ആണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. ഇത് ഓരോ കടകളാണ്. ഓരോ കടകളിലും വേറെ വെറൈറ്റിയിൽ ഇഷ്ടംപോലെ കൊന്തകൾ, രൂപങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം വീണ്ടും തിരിച്ച് അകത്തോട്ട് കയറി. കാരണം ഞങ്ങൾ നോക്കുമ്പോഴത്തോന്നും കറങ്ങി കണ്ടില്ലായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഒരു ചാപ്പൽ കണ്ടു. ചെറിയൊരു ചാപ്പലാണ്, പക്ഷേ ഇത് വളരെ നല്ല രീതിയിലും വളരെ നന്നായിട്ടുമാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് പതുക്കെ അകത്തോട്ട് പോയി. നിങ്ങൾ ഈ റൗണ്ട് പോലെ ഒരു സാധനം കാണുന്നില്ല, ഒരു ബിൽഡിംഗ്. ഇവിടെയാണ് നിങ്ങൾക്ക് മാസ്കിന് വേണ്ടി അപ്ലൈ ചെയ്യാം, മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ അതല്ലാതെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ പ്രെയർ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഈ രൂപങ്ങൾ ഈ സ്റ്റാച്ചു കാണുന്നത്, ഈ സ്റ്റാച്ചു ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കുരിശിൻ്റെ വഴികളാണ്. ഓരോ വഴികളും അവിടെ കൃത്യമായിട്ട് എടുത്ത് കാണിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കുരിശിൻ്റെ വരി. അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഗൈസ് നിങ്ങൾ ലൈക്കും കമൻസും അല്ലെങ്കിൽ ഷെയറോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്വന്തം ഞാൻ വീഡിയോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പം അടുത്ത പ്രാവശ്യം ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും സ്ഥലത്ത് പോകുമ്പം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുരിശിൻ്റെ വഴി ഫ്രണ്ടിലും ഉണ്ട്, ഇതിൻ്റെ സെയിം രീതിയിൽ ഫ്രണ്ടിലും ഉണ്ട്, സെയിം രീതിയിൽ പുറകിലും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ല നീളമുള്ള കുരിശ്. ഓരോ കാര്യത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. എല്ലാ പ്രത്യേകതയൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതും ഹിസ്റ്ററി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ കാണുന്ന രൂപങ്ങളാണ് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും. ആ ഒരു ഷേപ്പിലാണ്, ആ ഒരു രീതിയിലാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഇതാണ് ആ ഷ്രൈൻ, മാതാവ് പ്രതിഷ്ഠിച്ച ഷ്രൈൻ. നിങ്ങൾ ദൂരെ നിന്ന് കാണുന്നുണ്ടോ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഒരു കല്ലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത്. ആക്ച്വലി ആ കല്ലിനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ കല്ലെടുത്ത് അവർ ഡിസ്പ്ലേ ചെയ്ത് അത് എല്ലാവർക്കും തൊടാനും അതിൽ തൊട്ട് പ്രാർത്ഥിക്കാനും ഉള്ള കൃപ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് അവിടെ അന്നൊരു റാലി ഉണ്ടായിരുന്നു, ഒരു പ്രദക്ഷിണം. അങ്ങനെ ആ ഒരു പ്രദക്ഷിണം ഞങ്ങൾക്ക് അവിടെ ചെന്ന് അത് കാണാനും കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഗൈസ് അത് കഴിഞ്ഞ് പതുക്കെ ഞാനിനി ഇവിടുന്ന് ചാപ്പൽ ഓഫ് റിക്കോഗ്നൈസേഷൻ
അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റിയില്ല. എനിക്കത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചാപ്പലാണ്. ഇതിനകത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അകത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ്. പക്ഷേ അത് അടഞ്ഞു പോയ കാരണം, ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അത് അടഞ്ഞു പോയ കാരണം എനിക്കത് കാണിക്കാൻ, നിങ്ങളകത്തുനിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. വെരി സോറി ഫോർ ദാറ്റ്. അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴേക്കും ചർച്ചിൻ്റെ മ്യൂസിയം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് അകത്തോട്ട് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ആ വഴിയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം വെള്ളവും ഒരു ബ്രിഡ്ജും പിന്നെ കുറേ പൂക്കളും കുറേ ചെടികളുമായിട്ട് അത് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു എഫക്റ്റാണ് എല്ലാവർക്കും തരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല സാധനങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഗൈഡാവുന്നു ഹെൽപ്പാവുന്നു. ദൂരെ നിന്ന് കണ്ട് ഞാൻ സൂം ചെയ്തെടുത്താണ് നോക്ക് മ്യൂസിയം. ഇതിനകത്ത് തന്നെ അവർക്കൊരു ക്യാഫേ ഉണ്ട്. അതുകൊണ്ടാണ് ആ ക്യാഫേ അവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കുറേ സ്റ്റാച്യൂസും പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിനകത്ത് നിന്ന് നമുക്ക് ഫൈനലിലേക്കുള്ള വ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്യാത്തതായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാ ഞങ്ങളിപ്പോൾ മ്യൂസിയത്തിനകത്തെത്തി. മ്യൂസിയത്തിനകത്ത് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാനൊന്നും ഈ ഒരു വീഡിയോയ്ക്കകത്ത് തീരുമില്ല. എന്നാലും വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു, വളരെ നല്ല രീതിയിൽ അവരുണ്ടാക്കിയിരിക്കുന്നു. എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇതാണ് അവരുടെ പഴയ ഓരോരോ മെറ്റൽസും ഓരോരോ വെപ്പൺസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ബാഗ്, പഴയ ഫർണിച്ചേഴ്സ്, ഈവൻ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു മോഡൽ തന്നെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസവും നല്ലൊരു അനുഭൂതിയാണ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ, പഴയ ഡ്രസ്സുകൾ, പഴയ ടൈൽ മെഷീൻ വരെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രസമായിരുന്നു അകത്തോട്ട് കയറാൻ. അങ്ങനെ വീണ്ടും പതുക്കെ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നു. ഗൈസ്, ഇത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ആ ഒരു ഇത് കളയുന്നില്ല. നിങ്ങൾക്കത് കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കാണുവാണെങ്കിൽ അതിനൊരു സുഖമാണ്. ചിലപ്പോൾ എൻ്റെ പറഞ്ഞ അത്ര സുഖം ഉണ്ടാവുകയില്ലായിരിക്കും. ഇതാണ് നോക്കിൻ്റെ ആ ഒരു മോഡൽ അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോലെ ഇത് വേറൊരു മോഡൽ കൂടെ ഉണ്ട്. അവിടെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ഏരിയയുടെ പണ്ടത്തെ നോക്ക് പള്ളി എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് മോഡൽ അവർ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ കാണാം. മലമുകളിലായി നീ വരും തൂവെള്ള വസ്ത്രത്തിൽ ദൈവമാതാവായി, സങ്കട നിമിഷങ്ങളിൽ നീ കൂടെയുണ്ടാവൂ, വിശ്വാസത്തിന്റെ പ്രതീക്ഷയായി. കണ്ടോ, ഈ ഒരു മോഡലുണ്ടോ, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നോക്ക് പള്ളിയും അതിൻ്റെ അടുത്തുള്ള എല്ലാ കംപ്ലീറ്റ് ഏരിയ പണ്ടത്തെ അത് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണുന്ന നോക്കപ്പള്ളി എല്ലാവരും പണ്ടത്തെ നോക്കപ്പള്ളിയല്ലേ. അതൊക്കെ നല്ല രീതിയിൽ അവർ ബിൽഡ് ചെയ്ത് നല്ല രസമാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇനിയുണ്ട് കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ. ഇത് കാണുന്നതാണ് പണ്ടത്തെ ഒരു ഐറിഷ് വീടാണിത്. അതിനകത്തെ എക്യുപ്മെൻസും അതിനകത്തെ സാധനങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെയാണ് പണ്ടത്തെ ഒരു ഐറിഷ് വീട്. നമ്മൾ ഒരു ഹട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിൽ അതിനേക്കാളും നല്ല വളരെ ബെറ്റർ ആയിട്ട് അവർ ഓരോ എക്യുപ്മെൻറ്റും ഓരോ കാര്യങ്ങളും അതിനകത്ത്, ഈവൻ ഡബിൾ ബാരൽ ഗൺസ് വരെ ഉണ്ടായിരുന്നു ഓരോ ആൾക്കാരുടെ കയ്യിൽ അവിടെ. ഇത് അവരുടെ ബെഡ്റൂമാണ്. എൻ്റെ കയ്യിൽ ആണ് അവരുടെ ബെഡ്റൂം. ഇതാണ് അതിൻ്റെ ആ ഒരു വീടിൻ്റെ പുറത്തത്തെ വ്യൂ ആണ് ഈ നമ്മൾ ഈ കാണുന്നത്. പിന്നെ കുറേ ടൂൾസ്. ഇതൊന്നും പോരാ, ഇനി അവരുടെ വർക്ക് ഏരിയ ഉണ്ട് ഇതിനകത്ത്. അത് അതിനേക്കാളും നല്ല രസമാണ്. ഓരോ ടൂൾസും കാണാനും ഓരോ പണ്ട കാലത്തെ ടൂൾസും പരിപാടിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവരത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്.
കുറേയൊക്കെ ഏകദേശം കളർ അത്രയും ഇല്ലാത്തതുകൊണ്ടും അത്രയും അതിനകത്ത് അത്രയും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് അത്രയും നല്ലതായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും സ്റ്റിൽ ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിരുന്നു അവർ നമ്മുടെ അവരുടെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് അവർ നിർമ്മിക്കുന്നതും എല്ലാം വലിയൊരു രീതിയിലാണ്. നിങ്ങൾക്ക് കാണാം കുറേ ഇവിടെ വെപ്പൻസ് അവിടെ വെച്ചിരിക്കുന്നത്. വെപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്കിന് യൂസ് ചെയ്യുന്ന വെപ്പൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ ബേർണർ, blacksmith area, Mulan Forge, Day of Apparition. സന്തോഷം തൻ കനിഞ്ഞു വീണിടും നിന്റെ ഗാനനും കനിവാൽ നിറയുന്നു. ആകാശം തൊടുന്ന പാതിരാവുകളിൽ നിന്റെ സാന്നിധ്യം ദീപമായി കാണാം. സ്നേഹത്തിൻ പുഞ്ചിരി വെളിച്ചമാകുന്നു. പരിശുദ്ധ ജോസഫും കരുണയിലുണ്ട്. യേശുവിൻ അഗ്നിഹൃദയം കൈപിടിച്ച് പാപികളിൽ കൃപചൂട് പകരുന്നു. മനസ്സിൻ മലമുകളിലായി നീ വരും. തൂവെള്ള വസ്ത്രത്തിൽ ദൈവമാതാവായി സങ്കട നിമിഷങ്ങളിൽ നീ കൂടെയുണ്ടാവൂ. വിശ്വാസത്തിന്റെ പ്രതീക്ഷയായി ചിതറുന്ന ലോകത്തിൽ. പിന്നെ അതിനേക്കാൾ കൊതിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുറേ ബുക്കുകൾ കാണാം. ഇത് അവരെ പറ്റി എഴുതിയ ഏൻഷ്യൻ്റ് ബുക്കുകളൊന്നും അല്ല കേട്ടോ. ഈ ബുക്കുകളാണ് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതായത് ആരൊക്കെ വന്ന് അവിടെ നോക്കിനെ പറ്റി എന്തൊക്കെ എഴുതുന്നുള്ളൊരു ബുക്കുകളാണ്. അവിടെ എൻ്റെ വൈഫ് കഴിഞ്ഞ വർഷം 2024 പോയപ്പം അവളത് അവിടെ പോയി അവിടെ എഴുതി വെച്ചായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പോരാത്തതിന് ഇത് കണ്ടു, ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളവിടെ ചെന്നപ്പോഴുള്ള കുറേ ആൾക്കാർ നോക്കിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അത് എല്ലാവർക്കും വായിക്കാൻ വേണ്ടി അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുമ്പോട്ട് അത് കണ്ടിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പുറകെ കുറേ സ്ഥലമുണ്ടായിരുന്നു. പിള്ളേരെ കണ്ടില്ലേ, പിള്ളേർ ആ സ്ഥലത്തിനകത്ത് കിടന്ന് മാറിഞ്ഞ് കളിച്ച് ഒരുമാതിരി കാര്യം. ഞങ്ങൾക്ക് ചകല അരിശമൊക്കെ വരുന്നുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു രസമായിരുന്നു, നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. പിള്ളേർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും. ഈ കാണുന്നതാണ് നോക്കിൻ്റെ കംപ്ലീറ്റ് മാപ്പ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ സ്ഥലവും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ജാങ്കോ. ജാങ്കോ ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ജാങ്കോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള ഏരിയയാണ്. അതും വളരെ വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് വഴി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾ വീണ്ടും നടന്ന് പുറത്തോട്ട് പോകാനുള്ള ഏകദേശം 5 മണി 6 മണി ആ സമയമായിരുന്നു. ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൽ നിന്ന് നോക്ക് ഷ്രൈനിലേക്ക് പോകുന്ന വഴിയാണിത്. പിള്ളേരൊക്കെ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് അത്യാവശ്യം കളിക്കാൻ, അവർക്ക് വേണ്ടത് കളിയെ ചിരിയാണല്ലോ. അവർക്ക് അത്യാവശ്യം കളിക്കാനും ചിരിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ. ഒന്നും പോരാത്തതിന് നിങ്ങൾ ആ കാണുന്ന ബ്ലൂ ജീൻസിലും ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് അവിടെ ഷിജിൻ ചേട്ടൻ. ഷിജിൻ ചേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്ന് ഞങ്ങളെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്ത ആളാണ് നമ്മുടെ ഷിജിൻ ചേട്ടൻ. ആള് ഭയങ്കര കൂളാണ്. അവിടെ അകത്ത് കയറി അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് നിങ്ങളെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ ഉണ്ടാക്കിയതാണ്. അകത്തത്തെ ആ ഒരു ഡിസ്പ്ലേ എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു, എങ്ങനെ അതിൻ്റെ ഒരു കൾച്ചറും അതിൻ്റെ ഒരു സ്ട്രക്ചറും എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്.
ആകാശം തൊടുന്ന പാതിരാവുകളിൽ നിന്റെ സാന്നിധ്യം ദീപമായി കാണാം. സ്നേഹത്തിൻ പുഞ്ചിരി വെളിച്ചമാകുന്നു. പരിശുദ്ധ ജോസഫും കരുണയിലുണ്ട്. യേശുവിനഗ്നി ഹൃദയം കൈപിടിച്ച് പാപികളിൽ കൃപ ചൂട് പകരുന്നു. മാതാവേ